Welcome to our digital marketing journey. I am Sabit Calicut, an AFS digital marketing trainer in Kerala. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്തൊക്കെയാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ടഡ്. ഗൂഗിൾ ആഡ്സ് എന്ന് സെർച്ച് ചെയ്യുകയോ ads.google.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് എടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ഒരു ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കാവുന്നതാണ്. ഗൂഗിൾ ആഡ്സിൻ്റെ ക്യാമ്പയിനുകൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്യാമ്പയിൻസ് എന്നുള്ളതിൽ ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിൽ ഒത്തിരി ഒബ്ജക്റ്റീവ് കാണാം, എന്നാലും നമുക്ക് ലാസ്റ്റിലുള്ള ഒബ്ജക്റ്റീവ് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റീവും നമുക്ക് പരിചയപ്പെടാം. ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എനി ഗൈഡൻസ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്യാമ്പയിൻ ടൈപ്പ് ഒന്ന് ചൂസ് ചെയ്യണം. സെർച്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ഓൺ ദി സ്പോട്ട് SEO റിസൾട്ടിൻ്റെ ടോപ്പിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. സ്പോൺസേഡ് എന്നുള്ള ലേബലിൽ കാണിച്ചു കൊടുക്കുന്നതാണ് സെർച്ച് ക്യാമ്പയിൻ. ഡിമെൻഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൽ യൂസർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻസാണ്. അതേപോലെ ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ വെബ്സൈറ്റിൽ ന്യൂസ് ചാനലുകളിൽ പോപ്പപ്പ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന ക്യാമ്പയിനുകളാണ് ഡിസ്പ്ലേ ക്യാമ്പയിൻ. ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വിത്ത് പ്രൈസ് ഡീറ്റെയിലോടെ കാണിച്ചു കൊടുക്കുന്ന ഒരു യൂസർ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കുന്നതാണ് ഷോപ്പിംഗ് ക്യാമ്പയിൻ. നമ്മൾ യൂട്യൂബിൽ കാണുന്ന സ്കിപ്പബിൾ നോൺ സ്കിപ്പബിൾ ആയിട്ടുള്ള ആഡുകളാണ് വീഡിയോ ക്യാമ്പയിനിൽ വരുന്നത്. അതേപോലെ നിങ്ങളുടെ ആപ്പുകൾ കൂടുതൽ ഇൻസ്റ്റലേഷന് ആപ്പ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്പ് എന്നുള്ള ക്യാമ്പയിൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഒത്തിരി പ്ലേസ്മെൻറ്റുകളുണ്ടല്ലോ, അതായത് സെർച്ച്, ഷോപ്പിംഗ് എല്ലാം ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് കിട്ടാൻ ഒരു ക്യാമ്പയിൻ കൊണ്ട് എല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് മാക്സ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്യാമ്പയിനും എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് സെർച്ച് ക്യാമ്പയിൻ എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സെർച്ച് ക്യാമ്പയിൻ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ്, പിന്നെ അതേപോലെ നമ്മുടെ ഗോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ക്യാമ്പയിൻ ഒരു നെയിമും നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ബിഡിങ് എന്നുള്ളൊരു പാർട്ടാണ് വരുന്നത്. നമുക്ക് കൺവേർഷൻ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ക്ലിക്സ് നമ്മൾക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവാം. റിയലി നമ്മൾ ഏതാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഗൂഗിളിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ക്യാമ്പയിൻ സെറ്റിങ്സിൽ നെറ്റ്വർക്ക്സ് എന്നുള്ള പാർട്ടിൽ ഇത് രണ്ടും നമ്മൾ അൺടിക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഏതൊക്കെ പാർട്ടിലാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ലൊക്കേഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലുള്ള ആൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. അതേപോലെ തന്നെ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഏത് ലാംഗ്വേജാണോ നമുക്ക് മാച്ച് ആയിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ വരുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കീവേഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഓഫാക്കിയിടാം. റിയലി നമുക്ക് മാനുവലി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സെർച്ച് ക്യാമ്പയിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കീവേഡ്സ്. അതായത് യൂസർ ഏത് കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആഡ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് നമ്മളിവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്: എക്സാക്റ്റ് മാച്ച്, ഫ്രേസ് മാച്ച് ആൻഡ് പ്രോഡ് മാച്ച്. നമ്മൾ എക്സാക്റ്റ് മാച്ച് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കൺവേർഷൻ നടക്കുന്നുണ്ടാവുക. കറക്റ്റായിട്ടുള്ള കീവേഡ് അടിക്കുമ്പോൾ നമ്മുടെ ആഡ് കറക്റ്റ് ഓഡിയൻസിനായിരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ എക്സാക്റ്റ് മാച്ച് ടൈപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പ്രോഡ് മാച്ച് നമ്മൾ യൂസ് ചെയ്തതാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളിലേക്കും നമുക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഗെറ്റ് കീവേഡ് സജഷൻ എന്നുള്ളിടത്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL-ഉം നമ്മുടെ കീവേഡും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സാക്റ്റ് ടൈപ്പ് ആൻഡ് ഫ്രേസ് മാച്ച് അതേപോലെ പ്രോഡ് മാച്ച് കീവേഡ്സ് നമുക്ക് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ സജഷനിൽ വന്നിട്ടുള്ള കീവേഡിൽ 2 സൈഡിലും
സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എക്സാക്റ്റ് മാച്ച്. നമ്മൾ നോർമലി എഴുതുന്ന കീവേഡ്സ് ബ്രോഡ് മാച്ച് ആണ്. ഇനി നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ നമ്മൾ എഴുതുന്ന കീവേഡ്സ് ഫ്രേസ് മാച്ച് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാം. ഇനി നമുക്കൊരു ആഡ് ഗ്രൂപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മളൊരു സെർച്ച് ക്യാമ്പയിന് കാണുമ്പോൾ അതിലൊത്തിരി ഡിസ്ക്രിപ്ഷന് നമ്മൾ SEO ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയായിരിക്കും നമുക്ക് മെയിനായിട്ട് ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അതേപോലെ സൈറ്റ് ലിങ്ക്, അങ്ങനെയുള്ള ഒത്തിരി അസറ്റുകളും നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഹെഡ്ലൈൻ ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 5 കൗണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മറ്റുള്ള ഒത്തിരി അസറ്റുകളും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ സെർച്ച് ക്യാമ്പയിനിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാനുള്ളത്. ഡെന്നെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഏതാണോ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മുടെ ആഡ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കാണാം. അതിനുശേഷം നമ്മൾ പബ്ലിഷ് കൊടുക്കുക. ഇതിന് ശേഷം നമ്മുടെ ആഡ് പബ്ലിഷായി. ഈ ഒരു ഗിയർ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്കൊന്നുകൂടി കാണാം. പിന്നെ അതേപോലെ ഇവിടെ സ്പെൻഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കീവേഡിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ക്യാമ്പയിൻ ഇപ്പോൾ ഏകദേശം ലൈവായിട്ട് ഗൂഗിളിൽ വന്നിട്ടുണ്ടാവും.